ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മളിതാ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇന്നത്തെ പരിപാടി വേറെ ഒന്നുമല്ല, അതാ ഈ കാണുന്ന കടച്ചക്ക വെച്ചിട്ടാണ്. കടച്ചക്കയെന്നോ അതോ കൈതച്ചക്കയെന്നോ പല പേരാണല്ലോ പറയുന്നത്. ഈ വട്ടം വിസ്മയ നാട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്ന കേട്ടോ ഇത്. അതാണെങ്കിൽ മൊത്തത്തിൽ പഴുത്തിട്ടും ഒന്നും ഇല്ലായിരുന്നു. രാത്രിയായപ്പോൾ നമുക്ക് ഭയങ്കര വിശപ്പ്. അപ്പം പിന്നെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കരുതി അതിൽ പഴുത്ത ഭാഗം നോക്കി ചെത്തി ഇങ്ങനെ കഴിച്ചാലോ എന്ന്. എന്നെ കൊണ്ട് പറ്റുന്ന രീതി അതിൻ്റെ തൊലി കളഞ്ഞ് ഞാൻ ദേവനെ ഏൽപ്പിച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാനും കവരും കൂടെ ഒരു റീൽസ് അഭിനയിക്കും കേട്ടോ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണെന്ന് മനസ്സിലായെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. അങ്ങനെ തൊലിയെല്ലാം കളഞ്ഞ പൈനാപ്പിൾ നമ്മളിത് നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഈ ഇടയ്ക്കുള്ള ഭാഗം കഴിച്ചാൽ നാക്ക് ഉരുക്കുമെന്ന് ഇവളുമാർ പറഞ്ഞു. എനിക്കാണെങ്കിൽ ഈ ഒരു സാധനത്തെക്കുറിച്ച് വലിയൊരു പരിപാടി ധാരണ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനതിലോട്ട് വലുതായിട്ട് കൈ കടത്തിയില്ല. അങ്ങനെ വൃത്തിയാക്കിയ പൈനാപ്പിൾ എല്ലാം ചെറിയ പീസാക്കിയിട്ട് നമ്മളിത് അതിൻ്റെ അകത്ത് ഉപ്പും മുളകും ഒക്കെ ഇട്ട് നന്നായിട്ട് കുഴക്കുന്നുണ്ട് കേട്ടോ. പൈനാപ്പിൾ വെറുതെ കഴിക്കുന്നതിൽ നല്ലത് ഇങ്ങനെ ഉപ്പും മുളകും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കുന്നതിനാ കേട്ടോ. അങ്ങനെ ഞാൻ അതിൻ്റെ അകത്ത് ഉപ്പും മുളകും ഒക്കെ നന്നായിട്ട് വാരിയിട്ടിട്ടുണ്ട്. ഇവിടുത്തെ മുളക് പൊടിക്കാണെങ്കിൽ ഭയങ്കര എരിവാണ്. എനിക്ക് തോന്നിയതാണോ എന്ന് എനിക്കറിയില്ല, നമുക്ക് എല്ലാവർക്കും അത് ഭയങ്കര എരിവായിട്ടാണ് തോന്നാറ്. തീരെ എരിവാണേലും കുഴപ്പമില്ല, നമ്മൾ കുറച്ചേറെ വാരി മുളക് പൊടി അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആദ്യം ടേസ്റ്റ് ചെയ്തത് ഞാനാണ്. ആദ്യത്തെ കടി കഴിച്ചപ്പോഴേ എൻ്റെ പല്ല് കയറി ഭയങ്കരമായിട്ട് അങ്ങ് പൊളിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗൗരി ഞാനോട് വീണ്ടും എടുത്ത് കഴിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും എന്താ ഫേബയും വർഷം എല്ലാവരും വന്നിട്ടുണ്ട്. സത്യത്തിൽ പൈനാപ്പിൾ കൊണ്ടുവന്ന ആൾ വിസ്മയാണെങ്കിൽ അവൾ നേരത്തെ കയറിക്കണം ഉറങ്ങിയതുകൊണ്ട് അവൾ ഈ പരിപാടി ഒന്നും അറിഞ്ഞത് പോലും ഇല്ലായിരുന്നു. പിന്നെ പൈനാപ്പിൾ ഇങ്ങനെ ഉപ്പും മുളകുമായിട്ട് തിന്നാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ സാധനം ഇങ്ങനെ തിന്നു കഴിഞ്ഞാൽ പിന്നെ നിർത്താനേ തോന്നത്തില്ല, തിന്നോണ്ടിരിക്കാൻ തോന്നും കേട്ടോ. അങ്ങനെ അരിഞ്ഞു വെച്ച പൈനാപ്പിളൊക്കെ ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പം പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഉടനെ വരാവേ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ഫ്രണ്ട്സ്.